ഇതാ നമ്മുടെ സോപ്പൊക്കെ നല്ല പോലെ തന്നെ പതഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു സോപ്പ് പതയുന്നുണ്ടോ എന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റായി നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ല പതയും നമുക്ക് സോപ്പിൽ കിട്ടുന്നതാണ്. അളവ് കറക്റ്റാതിരിക്കുമ്പോഴാണ് സോപ്പ് പതയാതിരിക്കുന്നത്. അപ്പോൾ അളവ് കറക്റ്റായ സോപ്പ് അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കറ്റാർ വാഴയും കൊണ്ടൊരു സോപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ നാച്ചുറലായിട്ട് ഒരു കെമിക്കൽസും ഇല്ലാതെ ഒരു 2 ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സോപ്പാണ്. അപ്പോൾ വേനൽക്കാലമാണ്, നല്ല ചൂടാണ്. അപ്പോൾ കറ്റാർ വാഴ എന്ന് വെച്ചാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലൊരു സോപ്പൊക്കെ തയ്യാറാക്കി കുടിക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സോപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ മെത്തേഡൊന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കറ്റാർ വാഴ വെച്ചൊരു സോപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മളൊരു കറ്റാർ വാഴൻ്റെ സോപ്പ് ഉണ്ടാക്കി വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ഡബിൾ കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ മുള്ള് മാത്രം ഒന്ന് കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ലീഫ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ കട്ട് ചെയ്ത ഭാഗത്തുകൂടെ ഒരു മഞ്ഞ ലിക്വിഡ് വരും. അപ്പോൾ ആ ഭാഗം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഇറക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് വെക്കുക. അപ്പോൾ ആ ലിക്വിഡ് മുഴുവനൊന്ന് അത് പോയി കിട്ടിയതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ ഇത് ചെറിയ പീസായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2 സൈഡുള്ള മുള്ളും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെറിയ പീസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് സോപ്പ്. അപ്പോൾ ഒരു ലീഫാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. പക്ഷേ വെള്ളമൊന്നും ഒഴിക്കരുത്. വളരെയധികം വാട്ടർ കണ്ടൻറ്റുള്ള ഒരു ലീഫാണിത്. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ 500 ഗ്രാം സോപ്പ് ബേസിലാണ് സോപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 50 ഗ്രാം ഈ കറ്റാർ വാഴൻ്റെ ജ്യൂസ് മതി. അപ്പോൾ ഞാനത് വെയിറ്റ് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ബൗൾ ഞാൻ വെയിറ്റിംഗ് മെഷീൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ മൈനസ് ചെയ്യണം കേട്ടോ. മൈനസ് ചെയ്ത് 0-ലാണ് വെച്ചിരിക്കുന്നത്. ഒരു 50 ഗ്രാം നമുക്ക് ഇതൊന്ന് ഒഴിച്ച് എടുക്കാം. കൂടിപ്പോയി, കുറച്ചുകൂടി അത് നമുക്ക് ഇങ്ങോട്ട് തന്നെ ഒഴിക്കാം കേട്ടോ. 54. അപ്പോൾ ഒരു നുള്ളു കൂടി മാറ്റാനുണ്ട്. അത് ഞാൻ വീണ്ടും റൂമിൽ അവിടെ പോയി പറ്റി മാറ്റാം സ്പൂണും കൊണ്ട്. വീണ്ടും അടുക്കളയിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊരു 54 ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇത്തിരി ഞാൻ മാറ്റുന്നുണ്ട്. ഇതിന് ഇച്ചിരി കുറഞ്ഞാലും കൂടിപ്പോകരുത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് കൂടുമ്പോഴാണ് സോപ്പിന് നമുക്ക് പവ കുറവായിട്ട് വരുന്നത്. അപ്പോൾ കുറഞ്ഞാലും കൂടിപ്പോകരുത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോപ്പ് ബേസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ. ഞാൻ മീഷോയിൽ നിന്നിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വലിയ പീസായിട്ട് വേണമെങ്കിലും കട്ടൊക്കെ ചെയ്യാം. പക്ഷേ പെട്ടെന്ന് നമുക്ക് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് മെൽട്ടായി കിട്ടുകയും ചെയ്യും, നമുക്ക് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം കുറച്ചുകൂടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പറ്റുമോ അതുപോലെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഞാൻ ചെറിയ പീസായിട്ട് കാണിച്ചു തരാം. ഞാനിതാ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം ഒന്ന് ചെറിയ പീസായി ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം ഗ്യാസിൽ ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാനൊരു പാത്രത്തിൽ വെള്ളമായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കിടക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ ഈ സോപ്പ് ബേസ് ഇട്ട പാത്രവും കൂടി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇടയ്ക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക. ഈ പാത്രത്തിൽ ഈ അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് ബേസൊക്കെ നല്ല രീതിയിൽ മെൽട്ടായി വരും. അപ്പോൾ അത് മെൽട്ടാവട്ടെ. 1 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മളുടെ സോപ്പ് ബേസ് ഒരു 3/4 ഭാഗവും മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേണ്ട നല്ല രീതിയിൽ തന്നെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റും കൂടി ആകുമ്പോഴേക്കും ഇതെല്ലാം മുഴുവനായിട്ടൊന്ന് മെൽട്ടായി വരും. നമുക്ക് ഫുള്ളായി മെൽട്ടായതിന് ശേഷം നോക്കാം. നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് മെൽട്ടായി വരുന്ന നേരം കൊണ്ട് ഞാൻ എൻ്റെ മോൾഡൊന്ന് പരിചയപ്പെടുത്തരാം. ഇത് വന്നിട്ട് 75 ഗ്രാം സോപ്പിൻ്റെയാണ് കേട്ടോ. ഇതും അതേപോലെ 75 ഗ്രാം സോപ്പിൻ്റെ മോൾഡാണ്. ഇതും അതേപോലെ 75 ഗ്രാം സോപ്പിൻ്റെ മോൾഡാണ്, സ്ക്വയറായിട്ട്. ഇത് വന്നിട്ട് ഇങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ടാണ് കേട്ടോ. ബട്ടർഫ്ലൈ നല്ല കുത്തും ചിത്രമൊക്കെ ആയിട്ടുള്ള അടിപൊളി മോൾഡാണ്. അടിപൊളിയായിരിക്കും സോപ്പ് കാണാനും. അതേപോലെ ഇത് വന്നിട്ട് 40 ഗ്രാമിൻ്റെ സോപ്പാണത്. പക്ഷേ നിറയെ പീസ് നമുക്കിത് ഉണ്ടാക്കാം, സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. 40 ഗ്രാമിൻ്റെയാണ്. ഇത് വന്നിട്ട് 100 ഗ്രാമിൻ്റെ കേട്ടോ. ഇതും അതേപോലെ 100 ഗ്രാമിൻ്റെ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുണ്ടാക്കാം, ഇതിലൊഴിക്കാറേ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോൾഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ കാറ്റാർ വാഴയുടെ ജ്യൂസ് നമ്മുടെ സോപ്പ് ബേസ് മെൽട്ടായി വന്നിട്ടുണ്ട്, അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സോപ്പ് ബേസ് മുഴുവനായിട്ട് ഇവിടെ മെൽട്ടായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറ്റാർ വാഴയുടെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറ്റാർ വാഴയുടെ ജ്യൂസ് എന്ന് വെച്ചാൽ കറ്റാർ വാഴയുടെ ജെല്ല് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, നല്ല വെയിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ കറ്റാർ വാഴ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറ്റാർ വാഴയും കൊണ്ടൊക്കെ ഒരു സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി തേക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആകാനും വൈറ്റൻ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഗ്ലിസറിനോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ആ സ്മെല്ലിന് ആവശ്യമായ എസൻഷൻ ഓയിൽ ഇതിലേക്ക് ഞാനൊരു 6-7 തുള്ളി ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര വേണോ സ്മെല്ല് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 6-7 തുള്ളി ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നുവെച്ചാൽ കറ്റാർ വാഴ വളരെയധികം ഗുണമുള്ള ഒരു ലീഫാണ്, ഒരു ചെടിയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ വേറെ ഒന്നും തന്നെ ചേർത്തില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു സോപ്പാണ്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പിനുള്ള നമ്മുടെ നമുക്ക് എല്ലാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. സോപ്പ് ബേസിൽ മെൽട്ടായതിന് നമ്മുടെ കറ്റാർ വാഴ ജ്യൂസൊക്കെ ഒഴിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഇത് ചെറിയ സോപ്പാണ്. അപ്പം ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് താത്തി ഒഴിക്കുക, അല്ലെങ്കിൽ അത് പത പോലെ വരും കേട്ടോ. അപ്പോൾ താത്തിയിട്ട് ഒരു സൈഡുകൂടെ നമുക്ക് ഒഴിക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ ഉള്ളത് നമുക്കൊന്ന് സ്പൂണും കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അല്ലാതെ റബ്ബിങ് ആൽക്കഹോൾ ഉള്ളവർ അത് സ്പ്രേ ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്പൂണും കൊണ്ട് അതൊരു സൈഡിലേക്കായിട്ട് ഞാൻ മാറ്റിയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇതാ നമുക്ക് 6 സോപ്പാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 6 സോപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് സൈഡിലേക്കൊന്ന് എല്ലാം ഒന്ന് മാറ്റി കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഈ പാദം മുഴുവനായിട്ട് നമുക്ക് ഈ സൈഡിലേക്കൊന്ന് ഇങ്ങനെ മാറ്റിയിട്ട് സ്പൂണും കൊണ്ട് എടുത്താൽ മതി. 6 സോപ്പാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പദം മുഴുവൻ ഞാൻ മാറ്റി കേട്ടോ. അപ്പോൾ അടിപൊളിയായി സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സോപ്പ് സെറ്റായി വരും. അപ്പോൾ നമുക്ക് നോക്കാം. 4 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഇത് സെറ്റാകും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. വേണ്ട, 2 മണിക്കൂർ കൂടെ എക്സ്ട്രാ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പൊക്കെ ഇവിടെ നല്ല സെറ്റായി നല്ല സ്ട്രോങ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. നല്ല അടിപൊളി കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കളർ കേട്ടോ. നല്ല പച്ച കളറിൽ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല വേനൽക്കാലമാണ്, നല്ല ചൂടാണ്.
അപ്പോൾ ഇതേപോലെ കറ്റാർ വാഴയൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ വളരെ ഡാർക്കായിരിക്കുമ്പോൾ കറ്റാർ വാഴൻ്റെ ജെല്ലൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ സ്കിന്നിൽ ആ ഡാർക്ക് സ്പോട്ടൊക്കെ മാറി കുറച്ച് വൈറ്റീൻ ആകാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതേപോലെ കറ്റാർ വാഴൻ്റെ സോപ്പും കൂടി നമ്മൾ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ നാച്ചുറലായിട്ടുള്ള സോപ്പ് തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. വളരെ നല്ല സോപ്പാണ്. അധികം ചേരുവകളൊന്നും ഇല്ലാതെ വെറും രണ്ട് ചേരുവകൾ വെച്ചിട്ട് വളരെ 2 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു സോപ്പാണ്. അടിപൊളി സോപ്പാണ് കേട്ടോ. നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ സോപ്പ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.